കിടന്നേ നല്ലുവിനെ ഉറക്കിട്ട് ഉറങ്ങിയ പോരെ നിനക്ക് നല്ലൂടെ ഡേ ഡേ ശരി അതിലൊക്കെ അടച്ചാടി ഡേ ഈ വാതിലടച്ചാ പോയി നോക്ക് അടച്ചാന്ന്. അപ്പൊ അത് തുടരുകയാണ്. സാധാരണ പിണക്കത്തിനൊരു കാരണം വേണം. ഇപ്പോഴത്തെ ഈ കാര്യം എന്താണെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയടേ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ച് തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. നീ പറ, എന്താ പ്രശ്നം? ഒരു കാര്യമില്ല അല്ലേ? എൻ്റെ അറിവിൽ ഒരു കാര്യമില്ല. അല്ലെങ്കിലും എനിക്കെപ്പോഴും രണ്ടാം സ്ഥാനമാണല്ലോ ഈ വീട്ടില്. ചിരിക്കാന്ന് വേണ്ട. അപ്പൊ ഒന്നാം സ്ഥാനം ആരും കൊണ്ടുപോയി? ഒന്നാം സ്ഥാനം എപ്പോഴും ആരാ കൊണ്ടുപോണത്? ആരും കൊണ്ടുപോയെന്ന് പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ ഏട്ടാ. നീ കാര്യം പറയടേ. നീ ഇങ്ങനെ ചൂടാവാതെ കാര്യം പറയാ. എനിക്ക് 1000 രൂപയുടെ സാരി. നാത്തൂന് എത്ര രൂപയുടെ സാരിയാണ് മേടിച്ചത്? 1200 രൂപയുടെ. എന്നെ വെറുതെ പൊട്ടിയാക്കരുത്. അതാണ് കാര്യം. അത് തന്നെയാ കാര്യം. ഞാൻ ഇത്ര നാൾ ഈ കയ്യിരുന്ന കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ പഠിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ പട്ടി തന്നെയാ. എനിക്ക് പട്ടിയുടെ വില പോലും ഇല്ല ഇവിടെ. നിനക്ക് എന്തിനാ കുഴപ്പമില്ല? ഇത് ഞാൻ ഈ വിലയെ നോക്കിയിട്ടല്ല എടുക്കുന്നത്. ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഇനി നിനക്ക് കൂടിയത് അവക്ക് കുറഞ്ഞത്, അവക്ക് കൂടിയത് നിനക്ക് കുറഞ്ഞത്, അങ്ങനെ എന്റെ മനസ്സിലില്ല. അപ്പൊ ബില്ലടക്കാൻ നേരത്തെ ഏട്ടൻ കണ്ടില്ലേ? ബില്ല് നോക്കിയാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു സാധനം മേടിക്കും, നമ്മൾ ഒരു കാര്യം കണ്ട് ഇഷ്ടപ്പെട്ടു, ഒരു സാരി കൊള്ളാം, ആ സാരി മേടിച്ചു, എത്രയായി അത് കൊടുത്തു. അല്ല എന്റെ ഭാര്യക്ക് ഇത്ര രൂപയുടെ സാരി വേണം, എന്റെ സഹോദരിക്ക് ഇത്ര രൂപയുടെ സാരി വേണം, അങ്ങനെയൊന്നും മനസ്സിലില്ല. ഏട്ടനൊന്നും മനസ്സിലില്ല. എപ്പോഴും ഇച്ചിരി കൂടുതൽ നാത്തൂര്. എനിക്ക് കാര്യമായി പോയി. ആ നല്ല കാര്യമായി പോയി. അപ്പൊ എനിക്കും ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഉദ്ദേശം. എടി ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യുന്ന പറഞ്ഞില്ലേ? ഒരു സാരി കണ്ട് ഇഷ്ടപ്പെട്ടു, വേറൊരു സാരി കണ്ടു, അപ്പൊ ഇന്നാർക്കൊന്നും വേണ്ടി കരുതിയല്ല. മേടിക്കുമ്പോ ഒരേപോലത്തെ സാരി മേടിക്കണം, ഒരേ വിലയുടെ സാരി. യൂണിഫോം ആയത് കഷ്ടം തന്നെ. ഒരു മനുഷ്യൻ ഒരു ശമ്പളം കിട്ടിയ ദിവസം സന്തോഷമായിട്ട് ഭാര്യയ്ക്കും പെങ്ങൾക്ക് ഓരോ സാരി മേടിച്ചു. അത് ഇത്രയും വലിയ പ്രശ്നമാണ് ഞാൻ അറിഞ്ഞ. ആ മേടിക്കണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു മേടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, കയ്യിരിക്കണ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി മേടിച്ചെന്ന്. മനസ്സമാനമല്ലേ പോയത്? എങ്ങനെയുണ്ട്? ഇനി കഥയാ? സമയം നോക്കിയൊക്കെ എത്രയെന്ന്? നാളെ സ്കൂളിലല്ലേ? പോയി കിടക്ക്. ഇല്ല പോയി കിടക്ക്. ഇനി അപ്പൊ നാളെ കഥ പറഞ്ഞ ദാദാ അച്ഛൻ വന്നു, പോയി കിടന്നു. എന്തേ ഉറക്കം വരുന്നില്ലേ? എവിടേക്കായി നേരത്ത്? അതെന്താ പതിവില്ലാണ്ട് ഈ നേരത്ത് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഇരുന്നൂടെ നമുക്ക്? അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നം എന്തായടാ, തർക്കം തീർന്നാ? തർക്കം തീർന്നോന്ന്? എന്ത് തർക്കം? ഭയങ്കര പണക്കത്തിലല്ലേ? ഒതുക്കി തീർത്തോ? നാളെയും കഞ്ഞിയാവോ? 2 ലക്ഷം നാളെ കഞ്ഞി പോലും കാണൂല. എന്തുണ്ടായി സത്യത്തിൽ അത് പറ. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ ഇന്ന് ശമ്പളം കിട്ടിയ ദിവസം. അല്ല അതുകൊണ്ടല്ല, സാരി മേടിച്ചു കൊടുത്താൽ അങ്ങനെ ദേഷ്യപ്പെട്ടില്ല, അവൾക്ക് അത് ഇഷ്ടമായില്ലേ? ഞാൻ തങ്കത്തിന് മേടിച്ചു കൊടുത്തപ്പോൾ കുറ്റമായി പോയത്. തങ്കത്തിന് മേടിച്ചു കൊടുത്തന്നെ എന്തിനാ കുറ്റപ്പെടുന്നത്? അതെന്തായാലും പെങ്ങൾക്ക് നീ മേടിച്ചു കൊടുക്കാറില്ലല്ലേ? അതിപ്പോ എന്താ, നീ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതിയല്ലോ. ഇതിപ്പോ ആദ്യത്തെ പതിവൊന്നുമല്ലല്ലോ ഇത്. ആരുടെ പറയാൻ? അതിനകത്ത് വില അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ തങ്കത്തിന് കൊടുത്തത് 1200 രൂപയും ഇവക്ക് വാങ്ങിയ സാരിക്കകത്ത് 1000 രൂപയായിരുന്നു. അപ്പൊ എന്നേക്കാൾ വലുതാണോ എന്നേക്കാൾ കൂടിയ സാരിയാണോ അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് തുടങ്ങിയ തർക്കങ്ങൾ. അവളെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെ ബുദ്ധിയുള്ള ഒരു ഭർത്താവ് ചെയ്യാൻ പാടുമോ? ഇതൊക്കെ ഇത് ആരെങ്കിലും നോക്കി വെച്ചിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അത്? എടാ ഭാര്യയായി അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? അവൾക്ക് വില കുറച്ചതും പെങ്ങൾക്ക് വില കൂടിയതും കൊടുത്താൽ ഏത് ഭാര്യ സഹിക്കുക? അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ വിലയിലാണ് ഇരിക്കുന്ന കാര്യം. ഒരു സാരി അവൾക്ക് കല്യാണത്തിൽ പോയി ഒരു സാരി വേണം, ആ സാരി കിട്ടി, അപ്പൊ സന്തോഷമായിട്ട് മേടിക്കണ്ടേ? അങ്ങനെ മര്യാദ ഉള്ളത് ചെയ്യേണ്ടത്. അതല്ലല്ലോ, പരസ്പരം മത്സരിക്കുന്ന പിന്നെ ഇടപെട്ട് നമ്മളല്ലേ ഇതായി പോകുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കണം. എന്നിട്ട് ഓരോ വില ഉള്ളത് മേടിക്കണം. ഓരോരോ കുരുത്തക്കേട് കാണിക്കും ചെയ്യും, എന്നിട്ട് വെറുതെ തല്ലും ബഹളം ഉണ്ടാകും. ഞാൻ തന്നെ കുരുത്തക്കേട് കാണിച്ചത് എന്താ? ഒരു നല്ല ദിവസമായിട്ട് ഒരു കാര്യം ചെയ്യും, ശമ്പളം കിട്ടിയ ദിവസമല്ലേ ഒരു സാരി മേടിച്ചു കൊടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് തെറ്റായി പോയി. തെറ്റന്നെ നീ ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ സാരി എന്നൊക്കെ പറഞ്ഞാൽ വല്ല വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ മേടിച്ചു കൊടുക്കുക. അല്ലാത്തപ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുപ്പി മേടിച്ചിട്ട് വന്ന് നമ്മൾ രണ്ടാളും അടിച്ച് പാട്ട് പാടി ഇരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? അനുഭവിക്ക്. ഇത് അതിനേക്കാളും വലുത് തന്നെ. മനുഷ്യന് സമാധാനം തരില്ലെന്ന് വെച്ചാൽ. നീ ഇത് എവിടേക്കാ പോണ്? ഞാൻ
കാശിക്ക് വേണം. ഒരു കഷ്ടം. അത് ഫാനല്ല പൊട്ടി, അത് മറ്റേ പറക്കണ ക്യാമറ ഇല്ലേ അതാ. ഞാനിവിടെ വരുന്നു. വാ വാ. എന്തുണ്ട്, നിങ്ങൾ എവിടെ പോയി? ഞങ്ങള് മറ്റേ ചന്ദ്രിക ചേച്ചിയുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. ഏട്ടൻ പോയി, കുഞ്ഞുള്ളാണ്ട് ഞാൻ പോയില്ല. വരണ്ടായിരുന്നു കേട്ടോ, ഗംഭീര കല്യാണമായിരുന്നു. ആണല്ലേ, അല്ലാണ്ട് കലക്കിട്ടുണ്ടല്ലോ. അടിപൊളി സാരിയൊക്കെ ആണല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. കല്യാണ വീട്ടിൽ വെച്ച് ഇതേ വർത്താനം 5-6 പേര് പറഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് എനിക്ക് ചേരുന്നുണ്ട്, അടിപൊളിയായിട്ട് ചേരുന്നു. ഇതും പുതിയതാ, നല്ല കളർ കോമ്പിനേഷനും. ഇതൊക്കെ സാധാരണ എല്ലാരും ഉടുക്കുന്നതല്ലേ, എനിക്ക് തോന്നി ഇത് പഴയ ഫാഷനായിട്ട് തോന്നുന്നുണ്ട്. വെറൈറ്റി ഉണ്ട്, അതെല്ലാം പ്രത്യേകിച്ച് ഇപ്പം സ്വർണ്ണമൊക്കെ ഓൾഡ് ഫാഷനായി. അതല്ല ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. എല്ലാവരും നോക്കുമായിരുന്നല്ലേ? ആണോ? ക്ലീറ്റോ ചേട്ടൻ വാങ്ങിച്ചിരുന്നതാ? ഫസ്റ്റ് ക്ലീറ്റോ ചേട്ടൻ മേടിച്ചിട്ട് നാത്തോന് എടുത്തു പോകും. ഇതെന്റെ ഏട്ടന്റെ സെലക്ഷനാ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഏട്ടന്റെ സെലക്ഷൻ ആണെങ്കിൽ ഉടുക്കണവർക്ക് ഉടുക്കണവരില്ലേ? ശരി, എത്ര വില കൂടിയ സാരി ആയാലും ചിലർ ഉടുത്തു കഴിഞ്ഞാൽ ഭംഗിയാണ്. അതാണ് പണ്ട് മുതലേ അതെ, ക്ലീറ്റോയ്ക്ക് ഞാൻ അണിഞ്ഞൊരുങ്ങി നടക്കണം, അതാ ഇഷ്ടം. ക്ലീറ്റോ ചേട്ടൻ അണിഞ്ഞൊരുങ്ങി നടക്കണതൊക്കെ ഇഷ്ടമാ, പക്ഷെ 10 പൈസക്ക് ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല. മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ ഏട്ടൻ തന്നെ വേണം. അതെന്ത് വർത്താനം നീ പറയണത്? അതാ ക്ലീറ്റോ മേടിച്ചത് ഇല്ലാത്തത്? ഞാൻ കണ്ടേക്കണ എല്ലാം ചേച്ചിക്ക് നല്ലതുള്ളതല്ലേ ഏട്ടൻ മേടിച്ചു തന്നേക്കണതാ. നീ കാണാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? നീ അഥവാ മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ ആങ്ങളെയല്ലേ മേടിച്ചു തന്നത്? ആങ്ങളെല്ലാം നല്ലതാ മേടിച്ചിരുന്നത് ഞാൻ പറഞ്ഞത്. പറയണ്ടായിരുന്നു, ചേച്ചിക്ക് വിഷമമായിരുന്നു. അതിന് വിഷമമുണ്ടാവാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാടി എന്തിനാടി ഇത് കണ്ടിട്ട് എനിക്കൊന്നും ചിരി വരണില്ലല്ലോ. കൊച്ചല്ല. പോയില്ലേ നിങ്ങളോടാ വെച്ചത്? നിനക്കെന്താണ് ഇത്ര പുച്ഛം? ഒരു പൊതുപ്രവർത്തകനായ ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനായിട്ട് പുറത്തിറങ്ങി നടന്ന് അതൊക്കെ പരിഹരിച്ചിട്ടിരിക്കുക. അത് നിനക്ക് തെണ്ടലായിട്ട് തോന്നണമെങ്കിൽ അത് നിന്റെ കുഴപ്പം. എന്റെ കണ്ണിൽ അത് തെണ്ടല് തന്നെയാ. നിങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഒരു ഭാര്യ മകളും ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ അന്വേഷിക്കണമെങ്കിലേ സ്വന്തമായിട്ട് വരുമാനവും ജോലിയും വേണം. ഇതെങ്ങനെയാ? രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളമിട്ട് അങ്ങോട്ട് പോകും. പാർട്ടി ഓഫീസ് മറിക്കാനില്ലെങ്കിൽ കയറി ഇരുന്ന് അങ്ങോട്ട് അടുക്കളയിലെ പാത്രം മുഴുവൻ അങ്ങ് കാര്യമാക്കും. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തൊരു മനുഷ്യൻ. ഇങ്ങനെയുണ്ടോ? ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വീട്ടില് ഭാര്യയ്ക്ക് ഉടുക്കാനുണ്ടോ, ഉണ്ണാനുണ്ടോ, കൊച്ചിനെന്തെങ്കിലും ഉണ്ടോ? അതൊന്നും അന്വേഷിക്കണ്ടോ? നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ നടക്കണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? അല്ല, നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? ഭാഗ്യക്കാർ പേരക്ക് കയറിയിരിക്കായിരിക്കും. നിങ്ങൾക്ക് ജോലിയില്ല, കൂലിയില്ലാതെ വന്നോളും. എന്നിട്ട് നിങ്ങൾക്ക് നാട്ടിൽ വില ഉണ്ടാവില്ല, വീട്ടിലും വില ഉണ്ടാവില്ല ഒരു കാലത്ത്. എന്നാ കയ്യിലിരിപ്പ് നല്ലതായിരിക്കണം. നിങ്ങൾക്ക് വില ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ ഓരോരുത്തരെടുത്ത് പോയി നാണം കടലിൽ വരുന്നത്. ഒരാങ്ങളുള്ള ഒരു സാധനം മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് മുഴുവൻ ഞാനത് ബോധിപ്പിക്കണം. എന്റെ ഭർത്താവിന് കഴിവുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഈ സാരിക്ക് എന്താടി ഒരു കുഴപ്പം? ഈ സാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മക്ക് ഇച്ചിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി. ഈ സാരി ഉടുത്തപ്പോഴത്തേനും പലർക്കും ഇവിടെ കണ്ണിക്കടി. അപ്പൊ പറയാണ് കെട്ടിയാല് കഴിവില്ലാന്ന്. കെട്ടിയാല് കഴിവില്ലാത്തത് സത്യാ. ഈ കെട്ടിയാല് കഴിവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടി എനിക്ക് മതിയായി. വഴികൂടി പോണവര് വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, എന്താടി ഇതിന്റെ ഭർത്താവിന് പണി, നിനക്ക് എന്താടി അവൻ മേടിച്ചെന്നു തോന്നി ഉരിഞ്ഞു പോവല്ലേ? എന്ത് പറഞ്ഞിട്ട് എന്താ? നാണം ഉണ്ടോ? നാണം ഉണ്ടാവില്ല, മാനം ഉണ്ടാവില്ല. ജീവിതം